ഇന്നലെ സുപ്രീം കോടതി ഒരു വലിയ സുപ്രധാനമായൊരു വിധി പ്രസ്താവം ഉത്തർപ്രദേശിനെ കുറിച്ച് നടത്തിയല്ലോ. എന്താണ് ആ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്? ഉത്തർപ്രദേശിൽ നിയമവാഴ്ച തകർന്നിരിക്കുന്നു സിവിൽ കേസുകൾ, ക്രിമിനൽ സ്യൂട്ട്സ്. അതെ, അപ്പം നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്ന് രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്നയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരൊറ്റ വരി മതി കേട്ടോ ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ. ഒരു സർക്കാർ തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉത്തർപ്രദേശ് BJP ഭരിക്കുന്നുണ്ട്, അതൊരു വിഷയമാവില്ല. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവം രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നത്. നിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളെയും സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുള്ളത്. കേരളത്തിൽ പരാമർശം മാത്രമായിട്ടാണ്, അതൊരു പരാമർശമാണ്. പക്ഷേ അതെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആ വകുപ്പ് ദുർബലമായിരിക്കുന്നു പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 356 വകുപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ 356 പ്രയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ എന്താണ് കേന്ദ്ര സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്നത്? അത് ആരധികാരത്തിൽ വന്നാലും ചെയ്തുകൊണ്ടിരുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാരുകൾ, സംസ്ഥാന നിയമസഭകൾ, മന്ത്രിസഭകൾ പാസ്സാക്കുന്ന ഓർഡിനൻസുകളോ നിയമങ്ങളോ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അതിനൊരു റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ അക്കാര്യത്തിൽ വലിയ രീതിയിൽ ആ റോൾ വഹിച്ചിട്ടുള്ള ഒരു ഗവർണറായിരുന്നു. എത്ര തരത്തിലുള്ള സംഘർഷങ്ങളാണ് സംസ്ഥാന സർക്കാരും ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ, എന്തെല്ലാം ഏറ്റുമുട്ടലുകളാണ് നടന്നത്. നമ്മളതിൻ്റെ ഭാഗമായിട്ട് കേസിന് പോയിട്ടുള്ള ആളുകളാണല്ലോ. അത്തരം കേസുകളുമായിട്ടാണ് കേരളം പോയിട്ടുള്ളതെങ്കിൽ തമിഴ്നാട് പോയിട്ടുണ്ട്, പശ്ചിമ ബംഗാൾ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ തെലുങ്കാന പോയിട്ടുണ്ട്, പഞ്ചാബ് പോയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ ഇത്രയേറെ ബുദ്ധിമുട്ടിച്ച മറ്റൊരു ഗവർണർ ഉണ്ടായിട്ടില്ല, ജഗദീപ് ധൻഖറിനെ പോലെ. അദ്ദേഹമാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലായിരുന്നു മമതാ ബാനർജിയും ജഗദീപ് ധൻഖറുമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഒരു വ്യക്തത. ഈ ബില്ലുകൾ അസെൻഡ് ചെയ്യുന്നതിൽ, അതിനകത്ത് അനുമതി നൽകുന്നതിൽ ഗവർണർക്ക് എത്രത്തോളം സമയമെടുക്കാമെന്നത് സംബന്ധിച്ചൊരു അവ്യക്തത ഭരണഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിയുന്നത്ര വേഗത്തിൽ എന്ന് പറയുന്ന ഒരു സമയപരിധിയല്ല. അപ്പോൾ ആ സമയപരിധി നിശ്ചയിക്കപ്പെടാത്തതിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് പല രീതിയിലും ഈ ബില്ലുകൾ പിടിച്ചു വെക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നല്ലോ. ആ പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ തമിഴ്നാട് കേസിന് പോയത്.